ചാനൽ വണ്ണിലൂടെ ഈ പ്രഭാത പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ ഹൃദയഭാഷയിലുള്ള സ്നേഹവും നന്ദിയും നിങ്ങളെ ഓർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകല് കർത്താവ് നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഈ ദിവസം ദൈവം നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. നിർമ്മിച്ചു ദൈവം നമുക്ക് നൽകിയിരിക്കുക. നമ്മൾ സന്തോഷിക്കുവാനും നമ്മൾ ആനന്ദിക്കുവാനും വേണ്ടി ദൈവം ഉരുവാക്കിയ ഒരു മനോഹരമായ ദിവസമാണ്. അതറിഞ്ഞ് നമുക്ക് ക്രിസ്തുവിൽ സന്തോഷിക്കാൻ കഴിയട്ടെ. ആദ്യമായി കർത്താവിന് നമുക്കൊന്ന് നന്ദി പറയാം. കർത്താവ് ഇനി അനുഗ്രഹമായൊരു ദിവസം തന്നതിനായി നന്ദി. എനിക്ക് കർത്താവേ സ്തോത്രം. ഈ ദിവസം അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ അവിടുന്ന് എനിക്ക് ഭാഗ്യം നൽകിയതിനായി നന്ദി, സ്തോത്രം. സകലത്തിനും കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ നടത്തിയ സകല വിധങ്ങൾക്കുമായി നന്ദി പറഞ്ഞുകൊണ്ടൊന്ന് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന കൊലോസി ലേഖനത്തിൽ നിന്ന് സ്തോത്രം അതിൻ്റെ 10ാമത്തെ വാക്യമാണ്. കൊലോസി ലേഖനം 2:19 ഇന്ന് എടുത്തിരിക്കുന്നത്. കൊലോഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 10. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു എന്നുള്ളതാണ് സ്തോത്രം ഇന്നത്തെ സന്ദേശം. പരിപൂർണരായിരിക്കുന്നു. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായിരിക്കുന്ന അവനിൽ എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പദം ഉപയോഗിക്കുമ്പോൾ നമ്മളത് ഹൃദയത്തിലേക്ക് എങ്ങനെ വരണം? യേശു ക്രിസ്തു എന്ന് പറയണം. കഴിയുമെങ്കിൽ ആ പദം എടുക്കുമ്പോൾ തന്നെ അങ്ങനെ പറയുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ബൈബിളിലെ വാചനത്തിൽ നീയും ഞാനും നിങ്ങളും എന്നൊക്കെ പറയുന്നിടത്ത്, അവൻ എന്നൊക്കെ പറയുന്നിടത്ത് നാം എടുത്ത് കർത്താവായ യേശു ക്രിസ്തു എന്നൊക്കെ പറയുകയാണെങ്കിൽ അവൻ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഒരു സന്തോഷകരമായ ഒരു അനുഭവമാണ്. പദം വായിക്കുവാൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നെങ്കിലും നമ്മൾ പറയുമ്പോൾ നമുക്കങ്ങനെ പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹമാണ്. കാരണം ആ നാമം ഒന്നുകൂടെ ഉച്ചരിക്കാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയില്ല. ആ നാമം ഒന്നുകൂടെ പറയാനൊരു അവസരമില്ല. അതൊരു വലിയ അനുഗ്രഹമാണ്. കർത്താവായ യേശുവിൻ്റെ നാമം ഉച്ചരിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ ഭാഗ്യം. ആ നാമം അറിയാൻ കഴിഞ്ഞാണ് നമ്മുടെ ഭാഗ്യം. സ്തോത്രം, ദൈവത്തിന് മഹത്വം. അപ്പോൾ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവൻ, തലയായ ക്രിസ്തു യേശുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അപ്പം നമ്മൾ പരിപൂർണരായിരിക്കുന്ന എവിടെയാണ്? ക്രിസ്തു യേശുവിലാണെന്നാണ് പരിശുദ്ധാത്മാവോട് കുറിച്ചിരിക്കുന്നത്. പരിപൂർണത എന്ന് പറഞ്ഞാൽ എന്താണ്? സ്തോത്രം. ഞാനത് സ്തോത്ര പ്രാർത്ഥന ചെയ്തിട്ട് വചനത്തിലേക്ക് പോകണമെന്ന് വിചാരിച്ചെങ്കിലും വളരെ വേഗത്തിൽ പറഞ്ഞങ്ങ് നിർത്താം. പരിപൂർണത എന്ന് പറഞ്ഞാൽ എന്ത്? ഒരു കാര്യത്തിൽ പൂർണ്ണത ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സ്തോത്രം പൂർണ്ണ ഗർഭിണിയാണ് എന്നൊക്കെ പറയത്തില്ല. എന്ന് പറഞ്ഞാൽ 10 മാസം വയറോടെ ആയിരിക്കുന്ന അനുഭവത്തെയാണ് പൂർണ്ണ ഗർഭിണി എന്ന് പറഞ്ഞാൽ. അപ്പോൾ പൂർണ്ണത ആ ഡെലിവറി നടക്കുന്നതോടുകൂടി ആ പൂർണ്ണത വരുന്നത് അല്ലേ? ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ഇതുകൊണ്ട് അത് വളർന്നു വലുതായി പൂർണ്ണ ഗർഭിണിയായി 10 മാസം തികഞ്ഞു കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴാണ് അതിൻ്റെ പരിപൂർണത വരുന്നത്, ആ ജന്മം കൊടുക്കുന്നതിൻ്റെ. സ്വതം ദൈവത്തിന് മഹത്വം. അപ്പോൾ പരിപൂർണത എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം. പരിപൂർണരായിരിക്കുന്നു എന്നാണ്. എന്നാൽ കംപ്ലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മളിനിയും മറ്റൊന്നും ചെയ്യാനില്ല. നമ്മൾ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ഏതൊരു ദൈവ പൈതലും പരിപൂർണനായിരിക്കുന്നു. ഇനിയും പ്രത്യേകിച്ച് വേറൊരു ചടങ്ങുകളൊന്നും ചെയ്യാനില്ല. ദൈവവുമായുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ അവൻ്റെ മോക്ഷത്തിന് വേണ്ടി ഒന്നും ഇനി വേറൊരു ക്രിയകളും ആവശ്യമില്ല. നമ്മൾ പരിപൂർണരായി ക്രിസ്തു യേശുവിലൂടെ നമ്മൾ പരിപൂർണരായി. ഇതിനെ കേൾക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളും വിചാരിക്കണം, ഇനിയും കുറച്ചുകൂടി ഞാൻ ചൊവ്വാകാനുണ്ട്, ഇനിയും കുറച്ചുകൂടെ ഞാൻ എന്തൊക്കെ ചെയ്യാനുണ്ട്, ഇനിയും കുറച്ചുകൂടി എന്തൊക്കെ ദൈവപ്രസാദത്തിനും. ഇല്ല, നിങ്ങൾ പരിപൂർണരാണ്. ക്രിസ്തു യേശുവിലാണെങ്കിൽ നിങ്ങൾ പരിപൂർണ്ണ. തലയായിരിക്കുന്ന അവനിൽ നിങ്ങൾ പരിപൂർണ്ണെന്ന് പറയാം. അപ്പം തലയായിരിക്കുന്ന ക്രിസ്തു, സകല വാഴ്ചയ്ക്കും അധികാരത്തിനും തല ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിലാണ് നമ്മൾ പൂർണ്ണരായി തീരുന്നത്. നമ്മൾ സ്വയം പരിപൂർണരായി മാറുകയല്ല, കർത്താവിൻ്റെ നീതിയാൽ നമ്മൾ പരിപൂർണരായി മാറിയിരിക്കുക. അപ്പം ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവാണ് എന്നെ നീതീകരിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പൂർണ്ണനാകുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ നീതി എന്നെ പൂർണ്ണനാക്കുന്നില്ല, ക്രിസ്തുവിൻ്റെ നീതിയാൽ ഞാൻ പൂർണ്ണനായി. അപ്പോൾ ക്രിസ്തു പരിപൂർണനായതുകൊണ്ട്, അവൻ ലോകത്തെ ജയിച്ചവനായതുകൊണ്ട്, പിശാചിനെ തകർത്തതുകൊണ്ട്, അതിനുമേൽ ജയം നേടിയതുകൊണ്ട്, വാഴ്ചകളെയും അധികാരങ്ങളെയും എല്ലാം ആയുധവർഗം വെപ്പിച്ചിട്ട് സകല വാഴ്ചയ്ക്കും അധികാരം തലയായിരിക്കുന്നതുകൊണ്ട്, ആ പൂർണ്ണതയുള്ള തലയായിരിക്കുന്ന ക്രിസ്തുവിലൂടെ നാം പൂർണ്ണരായി. ഇനി ഒരു ക്രിയയുമില്ല, ഇനി ഒരു പരാജയം നിങ്ങൾക്കില്ല, ഇനി ഒരു തകർച്ച നിങ്ങൾക്കില്ല, ഇനി എന്തെങ്കിലും ഒരു പ്രായശ്ചിത്തത്തിൻ്റെ ആവശ്യമില്ല, ഇനിയും പ്രസാദത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പ്രവർത്തികൾ വേണ്ട. നിങ്ങളുടെ സ്തോത്രം ബാഹ്യമായ യാതൊന്നും ആവശ്യമില്ലാതെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈതൽ പരിപൂർണനായി മാറുകയാണ് എന്ന് തിരുവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. ഇപ്പം ക്രിസ്തു തലയായിരിക്കുന്ന ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്ന നമ്മൾ പരിപൂർണരായി മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ പരിപൂർണത അനുഭവിപ്പാൻ ഇടയായിത്തീർന്നു. അത് അനുഭവിപ്പാൻ കഴിയാതെ പോകുന്നത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ, ക്രിസ്തുവിനെ നിങ്ങൾ രക്ഷകനായി സ്വീകരിച്ചുവെങ്കിലും ക്രിസ്തുവോട് ചേർന്ന് നിങ്ങൾ നടക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ പരിപൂർണത ആസ്വദിക്കാൻ കഴിയാതെ.
നിങ്ങൾ ജഡസംബന്ധമായി ക്രിസ്തുവിൽ പരിപൂർണരായി മാറും. ആത്മാവ് സംബന്ധമായി നിങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണരായി മാറും. ഭൗതിക തലങ്ങൾ സംബന്ധിച്ച് നിങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണരായി മാറും. നിങ്ങൾക്ക് വേണ്ടുന്ന സകലതും പൂർണ്ണമായി ചെയ്തു തരുവാൻ ശക്തനായ ഒരു ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കുന്നു. അപ്പോൾ സമസ്ത മേഖലകളിലും ആ ഒരു പൂർണ്ണത നമ്മൾ അനുഭവിക്കണം. സ്വതം നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങൾ പരിപൂർണത അനുഭവിക്കണം. നിങ്ങളുടെ സന്തോഷത്തിൽ പരിപൂർണത അനുഭവിക്കണം. നിങ്ങളുടെ സമ്പന്നതയിൽ നിങ്ങൾ പരിപൂർണത അനുഭവിക്കണം. സ്വതം നിങ്ങളുടെ ആരോഗ്യം സകലത്തിലും, നിങ്ങളുടെ സമാധാനത്തിൽ പരിപൂർണത വേണം. നിങ്ങളുടെ ആത്മീയ വിഷയത്തിൽ നിങ്ങൾക്കൊരു പരിപൂർണത വേണം. ആ ഒരു പൂർണ്ണത വേണം. കാരണം നമ്മൾ ക്രിസ്തു യേശുവിലായിരിക്കുന്നത്. കർത്താവ് സകലത്തിനും തലയായിരിക്കും. സകല വാഴ്ചയ്ക്കും അധികാരത്തിനും തലയാണ്. ആ ക്രിസ്തുവിൽ നമ്മൾ ക്രിസ്തു പൂർണ്ണനാണ്. അവൻ പരിപൂർണനാണ്. ക്രിസ്തു പരിപൂർണനാണ്. ക്രിസ്തു പരിപൂർണനായിരിക്കുന്നതുകൊണ്ട് ഞാനും നിങ്ങളും പൂർണ്ണരാകും ആ ക്രിസ്തുവിലൂടെ. പക്ഷെ ലോകപ്രകാരം നമുക്ക് പരിപൂർണരാകാൻ കഴിയാത്തത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ ബലഹീനത നിമിത്തമാണ്. ആ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് നിൽക്കാത്തത് കൊണ്ട്, അല്ലെ ക്രിസ്തുവിലുള്ള പൂർണ്ണ സമർപ്പണമില്ലായ്മ കൊണ്ടാണ്. സങ്കീർത്തനാരം പറയുന്ന അവൻ എന്നോട് പറ്റിയിരിക്കൽ ഞാൻ അവനെ വിടുവിച്ചുയർത്തുമെന്ന് പറയും. അപ്പോൾ ക്രിസ്തുവിൽ പൂർണ്ണരായിരിക്കുന്ന, ക്രിസ്തുവോട് പറ്റിയിരിക്കുന്ന, ക്രിസ്തു രക്ഷിതാവായിരിക്കുന്ന, ക്രിസ്തുവിൽ ചരിക്കുന്ന, ക്രിസ്തുവിൽ നടക്കുന്ന, ക്രിസ്തുവിൽ കൂട്ടായ്മയുള്ളൊരു ദൈവവേദൻ പരിപൂർണനായി മാറുകയാണ് നിങ്ങളുടെ ജീവിതം. കഴിഞ്ഞ ദിവസം നമ്മുടെ ജോർജ് ജോസഫ് പറഞ്ഞു, തങ്ങളുടെ ജീവിതത്തിൽ ഈ കൂട്ടായ്മയിൽ വന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ പടിപടിയായ മാറ്റങ്ങൾ വന്നു. കടഭാരത്തിന് ആശ്വാസത്തിനുള്ള ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ തൻ്റെ ബിസിനസ്സിൽ ചെറിയ ചെറിയ അഭിവൃദ്ധികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനായിട്ട് തൻ്റെ ബിസിനസ്സുകൾ, ഓർഡറുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പം നമ്മൾ കർത്താവിലായി ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ സമസ്ത മേഖലയിലും ഒരു പൂർണ്ണത വിളിവിടും. അതുവരെ അപൂർണമാണ്. അത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. പാതി വഴിയിൽ നിന്നു പോകുന്നു, പാതി വഴിയിൽ മുടങ്ങിപ്പോകുന്നു. ഒരു ചതഞ്ഞ അനുഭവമാണ്. ജീവിതത്തിൽ അഭിവൃദ്ധിയില്ല. എല്ലായിടത്തും ഒരു എന്നാ പറയുന്നത്, വളരെ ബിസിനസ് എങ്ങനെയാണ് സ്ലോയാണ് എന്ന് നമ്മൾ പറയത്തില്ലേ. അല്ല നമ്മുടെ ജോലി എങ്ങനെ മടുപ്പ എന്ന് നമ്മൾ പറയത്തില്ല. എല്ലായിടത്തും ഒരു മടുപ്പും സ്ലോയും പരാജയവും ഒരു പൂർണ്ണതയില്ലായ്മ നിലനിൽക്കുകയാണ്. എന്നാൽ ക്രിസ്തുവിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഭൗതിക ആത്മീക മേഖലകളിലെല്ലാം, നമ്മുടെ ശാരീരിക മേഖലകളിലുമെല്ലാം, ബന്ധങ്ങളിലുമെല്ലാം ഒരു പൂർണ്ണതയിലേക്ക് പടിപടിയായി നമ്മൾ കയറും. അങ്ങനെ ക്രിസ്തുവിൽ നമ്മൾ പൂർണ്ണരായി മാറുന്നു എന്നാണ് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നത്. സ്വതന്ത്രം ഇങ്ങനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആത്മീക വിഷയത്തിലാണ് ഇതിലേറ്റവും പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിലൂടെ നമ്മൾ സ്വർഗരാജ്യം പ്രാപിക്കുവാൻ പൂർണ്ണരാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ വേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ഭൗതിക മണ്ഡലത്തിലും ആത്മീയ മണ്ഡലത്തിലും ചുറ്റുവട്ടങ്ങളിലെല്ലാം ക്രിസ്തുവിലൂടെ ഇനി ഒരു പ്രവൃത്തികളില്ലാതെ നമ്മൾ പൂർത്തീകരിക്കപ്പെട്ടു പൂർണ്ണതയിലേക്ക് തികഞ്ഞവരായി തീർന്നിരിക്കുക. അപ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിവരം. നമ്മൾ പരിപൂർണരായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന് യോഗ്യരായി തീർന്നിരിക്കുന്നു ക്രിസ്തു യേശുവിലൂടെ എന്നാണ്. ഇനിയും അതിന് വേറെ ഒരു പ്രവൃത്തിയുടെ നിങ്ങളുടെ ഒരു എഫേർട്ട് ഇല്ലാതെ നിങ്ങൾ പരിപൂർണ യോഗ്യരായി മാറുകയാണ് ദൈവരാജ്യത്തിലേക്ക്. ഇതിനെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവരെ ദൈവരാജ്യത്തിന് പരിപൂർണരായി യോഗ്യരായി മാറിയവരാണ് സ്വതം. അപ്പോൾ തന്നെ ഈ ഭൂമിയിൽ നിങ്ങൾക്കൊരു പൂർണ്ണതയുള്ള ജീവിതം ദൈവം നൽകുകയാണ്. ക്രിസ്തു നിമിത്തം നിങ്ങളുടെ ചതഞ്ഞ മേഖലകൾ, ഉടഞ്ഞ മേഖലകൾ, പരാജയ മേഖലകൾ, സ്വതം അപമാന മേഖലകൾ, താഴ്ചകൾ, കുന്നുകളെല്ലാം പണിയപ്പെട്ട ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് പൂർണ്ണത അനുഭവിക്കാൻ കഴിയും. ആ സാക്ഷ്യങ്ങളാണ് ഇന്നലെ നമ്മുടെ ആ പ്രിയ സഹോദരൻ പറഞ്ഞതും. അതുപോലെ പ്രിയ സഹോദരങ്ങൾ 1-2 പേര് അവരുടെ അത്ഭുത സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുവാനിടയായി തീർന്നു. അതിനകത്തെല്ലാം ദൈവത്തിൻ്റെ പൂർണ്ണത തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച സാക്ഷ്യങ്ങളായിരുന്നു. അത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നത് ഈ ഒരു വചനഭാഗമാണ്. നിങ്ങൾ പരിപൂർണരാകുന്നു. ഡേ ബൈ ഡേ. ഇന്നലെ തെയ്യാമ സഹോദരി സാക്ഷ്യം പറയുക, തൻ്റെ മോള് ജോസ്നയ്ക്ക് UK ഒരു ഭവനം കർത്താവ് നൽകി. അവർ ഒരു വർഷം മുമ്പ് നമ്മുടെ കൂട്ടായ്മയുമായി ബന്ധപ്പെടുന്ന സമയത്ത് സ്വന്തമായ ഒരു കിടപ്പാടമില്ല, സാമ്പത്തികമായി വളരെ ഞെരുക്കം, കടഭാരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. 1.5 വർഷം 2 വർഷത്തോളം ആകുന്നു. വലിയ പ്രതിസന്ധികളിൽ നിൽക്കുക. ഡേ ബൈ ഡേ കർത്താവുമായി ചേർന്നിരുന്നു, കർത്താവിനോട് കൂടെ നടന്നു, എല്ലാ കൂട്ടായ്മയിലും പങ്കെടുക്കും. ആ കർത്താവിനെ ഹൃദയം പൂർണ്ണമായി സമർപ്പിച്ച് കർത്താവിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. തങ്ങൾക്ക് നാട്ടിൽ ഭവനമായി, അതിനുശേഷം കുഞ്ഞ് വിദേശത്ത് പോകാനിടയെത്തുന്നു, കുഞ്ഞിന് അവിടെ ഭവനമായി തീർന്നിരിക്കുന്നു. അതിനിടയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിപൂർണമായി വിടുതൽ കൊടുക്കുന്നു. കടഭാരങ്ങൾ പയ്യെ അഴിഞ്ഞു മാറുന്നു. സ്തോത്രം. ഓരോരോ കെട്ടുകൾ അഴിഞ്ഞ് ഇന്ന് ആ കുടുംബം വളരെ സന്തോഷത്തിൽ നിറപടിയായി ഓരോ ദിവസവും പോകുന്നു. അങ്ങനെ പറയാൻ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ അങ്ങനെ വ്യക്തിപരമായി വലിയ വലിയ സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കപ്പെടുവാനായിട്ടും നമുക്ക് ഇന്നലെ മേഴ്സി സഹോദരി പറയുന്നു, തൻ്റെ വീടിൻ്റെ പണി പൂർണ്ണമാക്കാൻ കഴിയാതെ തങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നു. ദൈവം അവർക്ക് വേണ്ടി വഴി തുറന്നു. അവരുടെ സഭ കൂടി വരുന്നൊരു 10 പേരടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ്. ആ സഭ അവർക്ക് കൈത്താങ്ങലിൽ കൊടുക്കുന്നു. സഭ ആ വീടിൻ്റെ പണി പൂർത്തീകരിക്കപ്പെടുന്നു. അത്ഭുത സാക്ഷ്യങ്ങൾ. അത് കേൾക്കുമ്പോൾ നമുക്കറിയാം ക്രിസ്തുവിലേക്ക് വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് ആ കർത്താവാണ്. നിൻ്റെ ആ ശൂന്യതകളും നിൻ്റെ ഇല്ലായ്മകളും ചതവുകളും ഉടവുകളും ഒക്കെ മാറ്റി
പരാജയങ്ങളൊക്കെ മാറ്റി, നിന്ദകളൊക്കെ മാറ്റി ഒരു പൂർണ്ണതയിൽ നിൽക്കണം. കർത്താവിലാണ് വിശ്വസിക്കുന്നത്. ക്രിസ്തു യേശുവിലൂടെ നമ്മൾ പരിപൂർണരാകുന്നു. സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അവൻ തലയാ. അതുകൊണ്ട് ഒരു വാഴ്ചയ്ക്കും നിന്നെ വാഴാൻ കഴിയത്തില്ല, ഒരു അധികാരങ്ങൾക്കും നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. അല്ല, നമ്മൾ അന്ധകാരത്തിൽ ഇരുന്നപ്പോൾ ഈ വാഴ്ചകളും അധികാരങ്ങളും നമ്മളെ ഞെരുക്കി, നമ്മളെ തകർത്തു, നമ്മളെ മാനസികമായും ശാരീരികമായും ഭൗതികമായും എല്ലാം ഉടച്ച് നമ്മളെ അവൻ വേട്ടയാടി. എന്നാൽ ഇന്ന് നമ്മൾ ക്രിസ്തു യേശുവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പരിപൂർണരായി മാറിക്കൊണ്ടിരിക്കുക. കാരണം സകലത്തിനും തലയായവൻ നമുക്ക് തരുന്നത് എന്താ? ജയമാണ് തരുന്നത്. ആ സകലത്തിനും തലയായവൻ എന്താണ് ചെയ്യുന്നത്? നമ്മളെ അഭിവൃദ്ധിയിലേക്കും അനുഗ്രഹത്തിൻ്റെയും പൂർണ്ണതയിലേക്ക് നയിക്കും. ഇന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കും. ഇന്ന് നിങ്ങളുടെ ഞെരുക്കങ്ങളോ അവസ്ഥകളോ എന്ത് തന്നെയായിരുന്നാലും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾ പരിപൂർണരായി മാറിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ സ്ഥിതിഗതികൾക്ക് അട്ടിമുട്ടി മാറ്റം വരും. നിങ്ങളുടെ ഓരോ മേഖലകളും നിങ്ങളുടെ പണിയപ്പെടും. നിങ്ങൾ പരിപൂർണരായി മാറിക്കൊണ്ടിരിക്കും. കർത്താവ് നിങ്ങളെ ഉദ്ധരിക്കും. നിങ്ങൾ കർത്താവിനോട് കൂടെ നടന്നു, കർത്താവ് നിങ്ങളെ ഉദ്ധരിക്കും. യേശു ക്രിസ്തുവിനെ തന്നെ നിങ്ങൾ ആശ്രയിച്ചു, യേശു ക്രിസ്തുവിനെ തന്നെ പ്രസംഗിച്ചു, യേശു ക്രിസ്തുവിനെ തന്നെ മറ്റുള്ളവർക്ക് പങ്കുവച്ചു. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മൾ പരിപൂർണരായി മാറിക്കൊണ്ടേയിരിക്കും. കാരണം അവൻ തിരുവചനം പറഞ്ഞല്ലോ, സകലത്തിനെയും ആയുധവർഗം വെപ്പിച്ചിരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി ഒന്നിനും നിങ്ങളെ വാഴാൻ കഴിയത്തില്ല. പിശാചിന് വാഴാൻ കഴിയത്തില്ല. അധികാരങ്ങൾക്കോ വാഴ്ചകൾക്കോ ഒന്നും നിങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. അതിനൊന്നും നിങ്ങളുടെ മേൽ ഇനി ഒരു ആധിപത്യവുമില്ല. അതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന മേഖലകൾ അഭിവൃദ്ധി പ്രാപിക്കും, അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ പൂർണ്ണരാകുമെന്ന് ഞാൻ ഉറപ്പ് തരാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്വതന്ത്രം. അപ്പോൾ ക്രിസ്തുവിലൂടെ നമ്മൾ പൂർണ്ണരാണ് എന്നുള്ള ബോധ്യത്തോടെയിരിക്കണം. ക്രിസ്തുവിൽ അപൂർണരാകുന്ന വേറെ ഒരു വഴിയുമില്ല. അതുകൊണ്ട് ക്രിസ്തുവിൽ തന്നെ ആശ്രയിക്കുവാൻ പ്രിയമുള്ളവരെ ആഹ്വാനം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ വേഗത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്തിട്ട് പ്രാർത്ഥിക്കാം. ഇന്നലെ നമ്മുടെ മോർണിംഗ് പ്രയറിലെ മീറ്റിങ്ങിൽ ആമേൻ പറഞ്ഞു കമൻറ്റ് ചെയ്തിരിക്കുന്ന, ലൈക്ക് ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഓർത്ത് പ്രത്യേകം ഒന്ന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ബിന്ദു സാബു കുടുംബത്തിനായി സ്തോത്രം, 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 സ്തോത്രം. ഗജനൻ ഡങ്കാരെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വനജ സാബു കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തോമസ് ഷാരിൻ സഹോദരി കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലീലമ്മ ജോസഫ് കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം. തൻ്റെ പ്രിയപ്പെട്ട ജോമോനും അതുപോലെ തന്നെ റീബയും കുഞ്ഞുങ്ങളുമെല്ലാം വന്നിട്ടുണ്ടല്ലോ. ആ കുടുംബത്തിനെ ഓർത്ത് പ്രത്യേകം സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കെസിയ സഞ്ജോയെ ഓർത്ത് സ്തോത്രം. സഞ്ജോയ്ക്കായും കുഞ്ഞുങ്ങൾക്കുമായി സ്തോത്രം, 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 സ്തോത്രം. തൻ്റെ പ്രിയ പിതാവ് റോയ്ഷാൻ അതുപോലെ തന്നെ ലൈലാൻഡി പ്രിയമോനും ആ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മംഗലത്ത് പ്രിയപ്പെട്ട സ്തോത്രം നമ്മുടെ ലീന സഹോദരി കുടുംബത്തിനുമായി സ്തോത്രം, 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 സ്തോത്രം. തൻ്റെ പ്രിയപ്പെട്ടവനായി സ്തോത്രം. തൻ്റെ മോന് ആയിട്ട് സ്തോത്രം, 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 സ്തോത്രം. ഗ്രേസി ജെയിംസിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, 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 സ്തോത്രം. അലക്സാണ്ടർ മറിയൻ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം. ലീന ബിഷുമോനെ പ്രത്യേകം സ്തോത്രം. തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് സ്തോത്രം നമ്മുടെ അഞ്ചുമോള് UK മടങ്ങി വന്നിട്ടുള്ള കൊച്ചിനും പനിയായിട്ട് ഭാരപ്പെടുന്നു. അപ്പോൾ തന്നെ തൻ്റെ ഇളയ കുഞ്ഞ് കോമളിനും പനിയും ഫീവറായി താനും ബുദ്ധിമുട്ടല്ലിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഇന്ന് പൂർണ്ണ സൗഖ്യത്തോടെ ആശ്വാസത്തോടെ ആരോഗ്യം മടക്കി നൽകുന്നതിനായി സ്തോത്രം. കുടുംബത്തെ യേശുവിൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യ ശരീരത്തിൽ വ്യാപിക്കട്ടെ. കർത്താവിലിന് സൗകര്യം കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. സൗഖ്യമാക്കിയ സാക്ഷ്യം സാധനം കേൾക്കുവാൻ ഇടയാകട്ടെ. സ്തോത്രം, സ്തോത്രം. സുസമയ അബ്രഹാമിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം. പ്രിയപ്പെട്ട മോൻ്റെ വിവാഹത്തിനായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന് തക്കതായ തുണയുണ്ടാകേണ്ടതിനായി സ്തോത്രം. പ്രിയ പിതാവിനായിട്ടും ദാനമായി കൊടുത്ത മറ്റു കുഞ്ഞുങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ടിൻസമ്മോളെയും ഹസ്ബൻഡിനെയും ഓർത്തും സ്തോത്രം, 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 സ്തോത്രം. പാസ്റ്റർ ലോറൻ കുടുംബത്തിനായി സ്തോത്രം, 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 സ്തോത്രം. സുഗന്ധി ഇബ്രാജിനായി സ്തോത്രം. ഷൈനി മോൾ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മോൻ പഠിക്കുന്നു. മോളുടെ ഫീസ് അടയ്ക്കപ്പെടണം. അതുപോലെ മോൾ ഈ ദിവസങ്ങളിലുള്ള യാത്രകളുടെ കാര്യങ്ങളെല്ലാം സുഖം കൊടുക്കണം. ഇബ്രാജിനായിട്ടും സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജെസ്സി ജേക്കബിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം. പ്രത്യേകിച്ച് മോനായിട്ട് പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ മോളും കുടുംബത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. ആ പിള്ളേർ രണ്ടുപേരും പ്രത്യേകിച്ച് ജോയനെ ഓർത്ത് സ്തോത്രം, ജേക്കബനെ ഓർത്തും സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹൻസന കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അന്നമ്മ ജോർജ് കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം. മക്കൾ ഇരുവർക്കുമായി മരുമോക്കുമായും സ്തോത്രം, 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 സ്തോത്രം. സിജി വിനോദ് കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ട്രീസ മാത്യുവിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം. സാലി മാത്യുവിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. മോളുടെ പഠനത്തിനായി പ്രത്യേകം സ്തോത്രം. സണ്ണിച്ചായൻ്റെ വിടുതലിനായി സ്തോത്രം, സ്തോത്രം. മോന് പൂർണ്ണ സൗഖ്യത്തിനായി സ്തോത്രം, സ്തോത്രം. ആനി മാത്യുവിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജയമോ രാജിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം. സിന്ധു മാത്യുവിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം. മോനി ഫിലിപ്പിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. പ്രിയ ചാനായി സ്തോത്രം. അതുപോലെ തന്നെ ജിത്തുവിനായി സ്തോത്രം. അഭിലേഷിൻ്റെ കുടുംബത്തിനായും സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
പ്രിയപ്പെട്ട തോമസ് സി ജിയുടെ കുടുംബത്തിനായി സ്വോത്രം സ്വോത്രം സ്വോത്രം. മിനി ടി എമ്മിൻ്റെ കുടുംബത്തിനായി സ്വോത്രം സ്വോത്രം സ്വോത്രം. ഫിലിപ്പ് ജോർജിൻ്റെ കുടുംബത്തിനായി സ്വോത്രം. പ്രിയപ്പെട്ട മൂന്ന് കുഞ്ഞുങ്ങൾക്കായും സ്വോത്രം സ്വോത്രം. തന്നെ വസ്തു സംബന്ധമായ വിൽപ്പനയുടെ കാര്യങ്ങളിൽ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കേണ്ടതിനായും സ്വോത്രം 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 സ്വോത്രം. പ്രീസമാത്തിനായി ജൂവലിനായി സ്വോത്രം സ്വോത്രം സ്വോത്രം. മഞ്ജു പുനനായി സ്വോത്രം സ്വോത്രം. ലക്ഷ്മി പ്രസാദിനായി സ്വോത്രം. കുഞ്ഞുങ്ങൾക്കായി കർത്താവെ പ്രിയപ്പെട്ടവയും എല്ലായും സ്വോത്രം സ്വോത്രം സ്വോത്രം. അലക്സാണ്ടർക്കായി സ്വോത്രം സ്വോത്രം. ഏബ്രഹാം ഫിലിപ്പിനായും കുടുംബത്തിനായും സ്വോത്രം സ്വോത്രം. കർത്താവെ അന്യ ദിവസങ്ങളിൽ തൻ്റെ കുടുംബത്തിൻ്റെ ഒരു അത്ഭുത സാക്ഷ്യങ്ങൾ വെളിപ്പെട്ട് വരേണ്ടതിനായി സ്വോത്രം. ബന്ധങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. വൈഫിനെയും കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു. തൻ്റെ വരുമാന സ്രോതസ്സുകളെയും ഞാൻ ഈശ്വരനാമത്തെ അനുഗ്രഹിക്കുന്നു. സ്വോത്രം സ്വോത്രം സ്വോത്രം. ശിവ സഹോദരി കുടുംബത്തിനായി സ്വോത്രം സ്വോത്രം സ്വോത്രം. മിനി തെക്കേടത്ത് കുടുംബത്തിനായി സ്വോത്രം സ്വോത്രം സ്വോത്രം. ഇന്ന് ഓൺലൈനിൽ കാണുന്ന എല്ലാ കുടുംബങ്ങളെയും, ഇന്ന് പുതുതായി കാണുന്നവരെയും എല്ലാം ഓർത്ത് ഞാൻ കർത്താവിന് സ്വോത്രം ചെയ്യുന്നു. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടേണ്ടതായി സ്വോത്രം ചെയ്യുന്നു. ആദ്യമായി കാണുന്നവരെ ഓർത്ത് സ്വോത്രം ചെയ്യുന്നു. സ്വോത്രം സ്വോത്രം. രോഗികളായി ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ സമ്പൂർണ്ണ സൗഖ്യം യേശു ക്രിസ്തുവിൽ അടിപ്പെടേണ്ടവരാൽ നൽകുന്നതിനായി സ്വോത്രം സ്വോത്രം സ്വോത്രം. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളിൽ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ മഹത്വത്തിന് ധനം നിങ്ങളിലേക്ക് ഒഴുകിയെത്തേണ്ടതിനായി സ്വോത്രം സ്വോത്രം സ്വോത്രം. ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഭാരത്തോടെ കുടുംബ പ്രശ്നങ്ങളിലോ ഒക്കെ ആയിരിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ വിഷയങ്ങൾ അഴിക്കപ്പെടേണ്ടതിനായി സ്വോത്രം സ്വോത്രം സ്വോത്രം. പ്രത്യേകിച്ച് ചില കുടുംബങ്ങൾ വലിയ ഭാരങ്ങളിൽ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. ആ കുടുംബത്തിൽ ചില ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന കുടുംബം സ്വോത്രം. നമ്മുടെ പ്രിയപ്പെട്ട ജോയുടെ കുടുംബത്തെയൊക്കെ ഓർത്ത് സ്വോത്രം ചെയ്യുന്ന കർത്താവ് സമ്പൂർണ്ണമായ ഒരു വിടുതലും ആശ്വാസവും ആ കുടുംബങ്ങളിൽ അയക്കണം. പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിയപ്പെടേണ്ടതിനായി സ്വോത്രം സ്വോത്രം. അതുപോലെ തന്നെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ എവിടെയെങ്കിലും ഭാര്യഭർത്തൃ ബന്ധങ്ങൾ ഒളിഞ്ഞു വെപ്പുണ്ടെങ്കിൽ സ്വോത്രം. സംശയ രോഗങ്ങൾ മാറേണ്ടതിനായി സ്തോത്രം. വ്യക്തികളുള്ള അന്യായ ബന്ധങ്ങളുണ്ടെങ്കിൽ അവ നീങ്ങിപ്പോകേണ്ടതിനായി സ്തോത്രം സ്വോത്രം സ്വോത്രം. കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി സ്തോത്രം സ്വോത്രം സ്വോത്രം. കടക്കണികൾ മാറേണ്ടതിനായി സ്തോത്രം സ്വോത്രം. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലിയുടെ വാതിൽ തുറക്കേണ്ടതിനായി സ്വോത്രം 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 സ്വോത്രം. ആദ്യമായി കാണുന്ന സഹോദരങ്ങളുടെ അവരുടെ കണ്ണുനീരുകൾ തുടയ്ക്കപ്പെടേണ്ടതിനായി സ്തോത്രം സ്വോത്രം സ്വോത്രം. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങളുടെ തിരുസലിലേക്ക് വരും. ഞങ്ങൾ സ്വോത്രം ചെയ്ത സകല വിഷയത്തിലും ദൈവമഹത്വം ഇറങ്ങണമേ. രോഗബന്ധങ്ങൾ അഴിക്കണമേ. കുടുംബ പ്രശ്നങ്ങളിൽ ശാശ്വത പരിഹാരങ്ങളെ നൽകണമേ. ഐക്യത നൽകുമാറാകണമേ. കർത്താവെ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കടികളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ വിടുവിക്കുമാറാകണമേ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് ഭാരത്തോടെ കാണുന്നവരും ആദ്യമായി കാണുന്നവരെയും ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ന്യൂനതകളും പരിഹരിക്കപ്പെടട്ടെ. ദൈവനാമം അവരിലൂടെ മഹത്വപ്പെടുവാനിടയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ചാനൽ കൊണ്ടിൻ്റെ കൂട്ടായ്മകളെ എല്ലാം അനുഗ്രഹിക്കുന്നു. ഓരോ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കുന്നു. കർത്താവ്, അതിന് വേണ്ടുന്ന എല്ലാ സ്രോതസ്സുകളും സാമ്പത്തികവും ഭൗതിക ആത്മീയവുമായി ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം പുതുവഴികളെ തുറക്കണമേ. വിശാലതയ്ക്ക് തടസ്സങ്ങളെല്ലാം മാറേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കപ്പെട്ട ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലെ ഓരോ കാര്യങ്ങളെയും ഞാൻ അനുഗ്രഹിക്കുക. അവരുടെ തലമുറകളേക്കും അനുഗ്രഹിക്കുകയും വർധനവും വിശാലതയും കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവെ, സ്തോത്രം. ഞങ്ങളുടെ സ്വപ്നങ്ങളെ സഫലീകരിക്കുന്ന നിലയിൽ വലിയ പ്രവർത്തനങ്ങൾ മുൻപോട്ട് നടക്കുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവെ, സ്തോത്രം. ഇപ്പോൾ ആഹാരമില്ലാത്തവരെയൊക്കെ കർത്താവെ, ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ കൈത്താങ് കൊടുക്കുന്ന പോലെ തന്നെ ഭവനമില്ലാത്തവർക്ക് വേണ്ടി ഭവനങ്ങൾ ചെയ്തു കൊടുക്കുവാൻ കർത്താവ് നാളുകളിൽ അതിനുള്ള വഴികൾ തുറക്കണമേ. അതിനുള്ള സഹായിക്കാനുള്ള വ്യക്തികളും ബന്ധങ്ങളും വഴികളും എല്ലാം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അങ്ങനെയുള്ള വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നവരും കാണുന്നവരുമായിട്ടുള്ളവരും ഓരോ തലമുറകളും എല്ലാം അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിലേക്ക് കർത്താവെയായിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ അഭിവൃദ്ധിക്കായി ബുദ്ധിയും ജ്ഞാനവും ഉണ്ടാകും പ്രകാശിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രഷർ, അതുപോലെ തന്നെ ഷുഗർ, അതുപോലുള്ള ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ, രോഗബാധിതരായി പ്രായമായവരും ജീവനക്കാരുമായിട്ടുള്ളവർ കർത്താവ് ജീവിതം തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നവരിലൂടെ കർത്താവ് ഒരു പുതിയ തളർപ്പ് കൊടുക്കണമേ. അവർക്കൊരു പുതിയ പ്രവർത്തനം കൊടുക്കണമേ. പുതിയൊരു അനുഗ്രഹം കൊടുക്കണമേ. പുതിയ വാതിൽ തുറക്കണമേ. അവരുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന സകലരെയും ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഉള്ളംകരങ്ങളിൽ തിരിയുകയാണ്. ദൈവിക നന്മ കണ്ട സന്തോഷമാരുടെയാകും. കൃപയുടെ കരങ്ങളിലേക്ക് താഴുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവ് പ്രാർത്ഥനകൾക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കും കേട്ടോ. സ്വതം ആരും ഭാരപ്പെടുകയൊന്നും വേണ്ട. യേശുവാണ് നമ്മുടെ കർത്താവ്. കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും കർത്താവ് നിങ്ങളെ മാനിക്കുകയും ചെയ്യും കേട്ടോ. സ്വതം പ്രാർത്ഥനയോടെ തിരുസലിലായിരിക്കും ഇന്നത്തെ ദിവസം. സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ മുൻപോട്ട് ചുവടുകളെ വെക്കാം. വലിയ ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പാനിടയാവും. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊരു കമൻറ്റുകൾ ഒന്ന് ചെയ്യുക, ആമേൻ വെക്കുകയൊക്കെ ചെയ്താൽ നിങ്ങളെയും ഓർത്തൊന്ന് സ്വോത്രം ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട്, അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. കർത്താവ് അവർക്ക് വേണ്ടി സ്വതന്ത്രം അത്ഭുതം പ്രവർത്തിക്കുവാനിടയായി തീരും. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാനിടയായി തീരും. സ്വതന്ത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ലവ് യു ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.